മൗനം മനസ്സിൻ്റെ ശുദ്ധിയാണോ, ജാഗ്രതയാണോ? സംസാരിക്കാതെ ഇരിക്കുന്നത് മാത്രമല്ല മൗനം. ഒരാൾ സംസാരിക്കാതെ ഇരുന്നാലും ഉള്ളില് ചിന്തകൾ, ആശങ്കകൾ, ഭയങ്ങൾ, ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ അവിടെ മനസ്സ് ശാന്തമാവുന്നില്ലേ? മനസ്സ് ശാന്തമാവാത്തത് കൊണ്ട് മൗനത്തിന് അവിടെ കടന്നു വരാൻ കഴിയില്ല. മൗനം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ അവിടെ മനസ്സിൻ്റെ നിശ്ചലതയാണ് അനുഭവിക്കുന്നത്. നമ്മളൊരു തടാകത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാറ്റടിക്കുമ്പോൾ തിരമാലകൾ ഇളകും. ആ സമയത്ത് നമ്മുടെ മുഖം തടാകത്തിലേക്ക് നോക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല. കാറ്റ് അടങ്ങി, തിരമാലകൾ അടങ്ങി, ആ സമയത്ത് മുഖം തടാകത്തിലേക്ക് നോക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതേപോലെയാണ് നമ്മുടെ മനസ്സിലെ ചിന്തകളും ആശങ്കകളും ഭയങ്ങളും ഓർമ്മകളും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ മനസ്സ് ശാന്തമാവില്ലേ? അതുകൊണ്ട് തന്നെ മൗനം അവിടെ ഉണ്ടാവില്ലേ? ഒരാളുടെ ഉള്ളിൽ മൗനം നിറയുമ്പോൾ, അതിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്ന ഇറങ്ങുമ്പോൾ സാഹചര്യങ്ങളോ അവസ്ഥകളോ അയാളെ സ്പർശിക്കില്ല. ഒരിക്കല് ബുദ്ധനും തൻ്റെ ശിഷ്യന്മാരും കൂടി നടന്നു പോവുകയായിരുന്നു. അപ്പോഴ് ബുദ്ധൻ്റെ ജ്ഞാനവും ധ്യാനവും ഇഷ്ടപ്പെടാത്ത ഒരാള് വന്നിട്ട് ബുദ്ധനോട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു. ക്രൂരമായി കോപപ്പെട്ട വാക്കുകൾ അയാൾ ഉപയോഗിച്ചു. ആ സമയത്ത് ബുദ്ധൻ മൗനമായി നിന്ന് എല്ലാം കേട്ടു. കുറച്ചു കഴിഞ്ഞ സമയത്ത് അയാൾ പോയതിനു ശേഷം ശിഷ്യന്മാർ ബുദ്ധനോട് ചോദിച്ചു, ഇത്രയും ക്രൂരമായ വാക്കുകൾ അയാൾ പറഞ്ഞപ്പോൾ അങ്ങ് എന്തുകൊണ്ടാണ് തിരിച്ചൊന്നും പറയാതിരുന്നത്? അപ്പോഴ് ബുദ്ധൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ വളരെ മനോഹരമായ ഒരു പൊതിയോടുകൂടിയ ഒരു സമ്മാനം ഒരാൾ തന്നു. ആ പൊതിക്കകത്ത് മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നതാണെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുമോ? ശിഷ്യന്മാർ പറഞ്ഞു, ഇല്ല, ഞങ്ങളത് സ്വീകരിക്കില്ല. അതേപോലെ അയാൾ പറഞ്ഞ വാക്കുകൾ ഞാൻ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അത് ആരുടെ കയ്യിലായിരിക്കും എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ പറഞ്ഞു, അത് അയാളുടെ കയ്യിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ മൗനം ഉണ്ടാവുമ്പോൾ, ആ ഒരു നിശ്ചലത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ ഈ സാഹചര്യങ്ങളോ അവസ്ഥകളോ ആൾക്കാർ പറയുന്ന വാക്കുകളോ നമ്മളെ സ്പർശിക്കില്ല. മൗനം എന്ന് പറയുന്നത് ദൗർബല്യമല്ല, അതൊരു ശക്തിയാണ്. നമ്മെ മുന്നോട്ട് നയിക്കുന്ന വെളിച്ചമാണ്, വഴികാട്ടിയാണ്. നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഈ നിമിഷത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ ഉള്ളില് മൗനം സ്വാഭാവികമായിട്ടും സംഭവിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിനെ വർത്തമാനകാലത്തേക്ക്, ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിന് ഒരുക്കി കൊടുക്കണം. ശരിക്കും ആവശ്യമില്ലാത്ത സംസാരങ്ങളാണ് മനസ്സിൻ്റെ ജാഗ്രതയെ നഷ്ടപ്പെടുത്തുന്നത്, ശാന്തതയെ ഇല്ലാതാക്കുന്നത്. ഈ സമയത്ത് മനസ്സ് അശുദ്ധിയിലാണ്. ആ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയിലേക്ക് മനസ്സ് വരണം. മൗനം നൽകുന്ന ശാന്തിയും അതിന് നമ്മളെ സഹായിക്കും. ശരിക്കും ഒരാളുടെ വേദന എന്ന് പറഞ്ഞാൽ അയാളുടെ സംസാര രീതിയാണോ? ആവശ്യമില്ലാത്ത സംസാരങ്ങൾ,
ഈ സംസാരങ്ങളാണ് ബന്ധങ്ങളെ തകർക്കുന്നത്, വേദനിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കണം, ഈ സംസാരം എനിക്ക് ആവശ്യമുണ്ടോ? ഇതിൽ സത്യം നിറഞ്ഞിരിക്കുന്നുണ്ടോ? കരുണയും സ്നേഹത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്? അതില്ലെങ്കിൽ ആ സംസാരം നമ്മെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമുക്കൊപ്പമുള്ള ആളുകൾക്കത് വേദന നൽകുന്നുണ്ടെങ്കിൽ, അവിടെ മൗനമാണ് നല്ലത്. ശ്രദ്ധയോടെയുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകുമ്പോൾ ഈ മൗനത്തിന് അവിടെ കടന്നു വരാൻ കഴിയും. കാരണം അവിടെ മനസ്സ് ശാന്തമാവണം. ഈ നിമിഷത്തിലേക്ക് നമ്മൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കാൻ സാധിക്കും. ചിന്തകളെ, വികാരങ്ങളെ, നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ശാന്തിയിലാണ്. ആ സമയത്ത് അവിടെ മൗനം ഉണ്ടാവുന്നുണ്ട്. മൗനത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ സുഗന്ധം നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് ഒന്നിനോടും ഒട്ടലില്ലാതെയുള്ള ആ ഒരു സ്വാതന്ത്ര്യവും ആനന്ദവുമാണ് ഒരാൾ അനുഭവിക്കുന്നത്. മഹാത്മാക്കള് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് മൗനത്തിലൂടെയായിരുന്നു. ബുദ്ധനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതൽ ചോദ്യങ്ങൾക്കും വാക്കുകളിലൂടെ ആയിരുന്നില്ല ഉത്തരം നൽകിയിരുന്നത്, മൗനത്തിലൂടെയായിരുന്നു ഉത്തരം പകർന്നു നൽകിയിരുന്നത്. സത്യത്തെ അറിയണമെങ്കിൽ വാക്കുകളിലൂടെ അറിയാൻ കഴിയില്ലേ? മൗനത്തിലൂടെയാണ് അതിനെ അറിയാൻ കഴിയുക. അപ്പോൾ നമ്മുടെ മനസ്സിന് മൗനം അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി കൊടുക്കണം. ദിവസവും നമ്മൾ ധ്യാനം ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ജാഗ്രതയോടെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, മൗനം നമുക്കൊപ്പം ഒരു നിഴൽ പോലെ ചേർന്ന് നിൽക്കും. അതിൻ്റെ തണലിൽ വിശ്രമിക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ, നമ്മളുടെ ഒപ്പമുള്ള ആൾക്കും ആ തണലിൽ വിശ്രമിക്കാൻ കഴിയും. ഒന്നും നമ്മളെ സ്പർശിക്കാതെ ജീവിതത്തിൻ്റെ ആ മനോഹരിത നമുക്ക് അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ കഴിയും. ഒന്നിനോട് ഒട്ടലില്ലാതെയുള്ള ഒരു യാത്രയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ മൗനത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ രൂപപ്പെടുത്തണം. കുറച്ച് സമയമെങ്കിലും നിശബ്ദമായിട്ട് നമുക്കൊപ്പം ഇരിക്കണം. സ്വസ്ഥമായി ശാന്തമായ ഒരിടത്ത് ഇരുന്നിട്ട് നമ്മുടെ മനസ്സിനെ ആഴത്തിൽ നിരീക്ഷിക്കുക. മനസ്സിൻ്റെ എല്ലാ സംഭാഷണങ്ങളെയും നമ്മൾ കേൾക്കുക. അത് കേൾക്കാൻ വേണ്ടിയിട്ട് മനസ്സിനെ ശരിയായ രീതിയിൽ പാകപ്പെടുത്തി എടുക്കുക. കുറച്ച് സമയത്ത് ഈ ശ്രദ്ധ കൊടുക്കുമ്പോൾ തന്നെ, ആ പരിശീലനം കൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാവുകയും നമ്മുടെ ഉള്ളിൽ മൗനം നിറയുകയും ചെയ്യും. മൗനം നിറഞ്ഞ ഒരാൾ ആകാശത്തെ പോലെയാണ്. എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും സ്നേഹിക്കാനും അയാൾക്ക് കഴിയും. അയാൾ ശാന്തമായാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. ഒഴിഞ്ഞ മനസ്സോടെയാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു ജീവിതം നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വർഷങ്ങളേ ഉള്ളൂ. മൗനത്തിൻ്റെ ആ ഒരു ശാന്തതയുടെ
അതിൻ്റെ സുഗന്ധവും അതിൻ്റെ സൗന്ദര്യവും എല്ലാം നമുക്ക് അനുഭവിക്കാൻ ആവണം. അപ്പോഴാണ് ഒന്നിനോട് ഒട്ടലില്ലാതെയുള്ള ഒരു യാത്ര നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കണം. അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ